ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധുവും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ് നിത്യയോട്. ഈ ക്രൂരത ചെയ്തത് ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കണം, എങ്കിലാണ് എനിക്ക് സമാധാനം കിട്ടൂ. ദേവികയാണെങ്കിലോ വിങ്ങിപ്പൊട്ടിയാണ് നിൽക്കുന്നത്. ദേവികയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാണ് എനിക്കിപ്പോൾ പേടിയാവുന്നത് ഡോക്ടർ എന്നൊക്കെ സിദ്ധു പറയാണ്. ഡോക്ടർ പറയാണ്, വിശാൽ എന്തായാലും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നേ വിശാൽ അവിടെ എത്തിയിട്ടുണ്ടാവും. സിദ്ധു പറഞ്ഞതുപോലെ നിത്യയോട് ഈ ക്രൂരത ചെയ്തത് ആരാണെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ സിദ്ധു പറയണേ, ഞാനത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, മറ്റുള്ളത് പോലെയല്ല. ഇത് ഞാൻ ക്ഷമിക്കില്ല. ഇത് എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നാലാണ് നിത്യയുടെ ആത്മാവിന് ശാന്തി കിട്ടൂ എന്നൊക്കെ പറയണേ. ഈ സമയം ശരത്തിന്റെ അടുത്തേക്ക് തങ്കച്ചി ചെല്ലണേ. എന്നിട്ട് തങ്കച്ചി ശരത്തിനോട് പറയണേ, നീ തന്നെ വേണം എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ. നിനക്കാണ് അതിനുള്ള അവകാശമുള്ളത്. നിത്യ നിന്റെ ഭാര്യയാവാനിരുന്നതല്ലേ, അതുകൊണ്ട് നീ വേണം നിത്യയുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ. അത് പിന്നെ ഞാനത് ചെയ്യണോ? അല്ലാതെ നിനക്ക് തന്നെയാണ് അതിനുള്ള അവകാശമുള്ളത്. നിത്യയുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ നീ തന്നെ ചെയ്യണം. നിത്യയും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ശരത്ത് ചോദിക്കണ, അല്ല തങ്കച്ചി, ആത്മാവ് എന്ന് പറഞ്ഞുള്ളതൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ ഉണ്ട്. അവരിപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. നമുക്ക് അവരെ കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അല്ല ശരത്തെ, നീ എന്താ അങ്ങനെയൊക്കെ ചോദിച്ച്? ഒന്നുമില്ല. അല്ല, നിന്റെ സംസാരം കേട്ടിട്ട് എനിക്കെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു. നീ തന്നെയാണോ നിത്യയെ കൊന്നത്, നിത്യയെ ഇല്ലാതാക്കിയ? തങ്കച്ചി, ഇത് ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ ഇവിടെ ചുറ്റിനും പോലീസുകാരുണ്ട്. തങ്കച്ചി വെറുതെ ഇങ്ങനെയൊക്കെ ചോദിച്ച് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അല്ല, ഞാനൊരു തമാശയ്ക്ക് ചോദിച്ചതാണ്. ഇങ്ങനെയുള്ള തമാശയൊന്നും ഈ സമയത്ത് തങ്കച്ചി ചോദിക്കാൻ നിൽക്കണ്ട. ഇങ്ങനെ വല്ല ചോദ്യവും ഇനി പോലീസുകാർ കേട്ടാലേ എന്നെ അങ്ങ് തൂക്കിയെടുത്തോണ്ട് പോകും. ഇല്ല, ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നീ ടെൻഷൻ ആവാതിരിക്കെ. നിത്യയുടെ കർമ്മങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം എന്നൊക്കെ പറയാണ്. അങ്ങനെ തങ്കച്ചി നേരെ സിദ്ധുവിൻ്റെയും നിരഞ്ജൻ്റെയും അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നിരഞ്ജനാണെങ്കിൽ സിദ്ധുവിനോട് പറയാണ്, ഈടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, ഇനി നമുക്ക് ഏറ്റുവാങ്ങാം ബോഡി എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, ഇല്ല, എനിക്ക് വയ്യ, എനിക്കിതൊന്നും കാണാൻ കഴിയില്ല. ഡോക്ടർ തന്നെ ഇതൊക്കെ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും തങ്കച്ചി അവിടേക്ക് വരികയാണ്. അതെന്താ ഇങ്ങനെ തളർന്നു പോയാലോ? ഈ സമയത്ത് ഇങ്ങനെ തളരാനൊന്നും പാടില്ല. ഇതെല്ലാം നമുക്ക് തരണം ചെയ്തല്ലേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കും ശരത്ത് അവിടേക്ക് വരികയാണ്. എന്നിട്ട് ശരത്ത് പറയണേ, എനിക്കും നല്ല വിഷമമുണ്ട് എന്ന് കരുതി എനിക്കത് പുറത്ത് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ശരത്ത് അഭിനയിക്കുകയാണെന്നുള്ളത് സിദ്ധുവിനും നിരഞ്ജനും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സിദ്ധു പറയണേ, എൻ്റെ മനസ്സ് കല്ലൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് വയ്യ, ഡോക്ടർ തന്നെ പോയാൽ മതി. അപ്പോൾ ശരത്ത് പറയണേ, എനിക്ക് വിഷമമുണ്ടല്ലോ, എന്നിട്ടും ഞാനതൊക്കെ കടിച്ചു പിടിച്ച് സഹിക്കുന്നില്ലേ, നിനക്ക് വിഷമമോ? തങ്കച്ചി പറയാം, അതെന്താ സിദ്ധു നീ അങ്ങനെ പറഞ്ഞത്? നിത്യയെ വിവാഹം കഴിക്കാൻ പോയിരുന്ന ആളല്ലേ, അപ്പോൾ വിഷമമില്ലാതിരിക്കില്ലല്ലോ. നിത്യയെ വിവാഹം കഴിക്കാനല്ലേ പോയിരുന്നുള്ളൂ, അല്ലാതെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവൻ ആയുഷ്കാലം മുഴുവനും കാത്തിരുന്നാലും ആ വിവാഹം എന്തായാലും നടക്കാനും പോവില്ലായിരുന്നു. അപ്പോഴത്തേക്കും ശരത്തിന് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയണേ, നിങ്ങൾ എന്തിനാണാവോ ഇങ്ങനെ വിഷമം അഭിനയിക്കുന്നത്? നിങ്ങളുടെ ആരുമല്ലല്ലോ നിത്യ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നത്? സുധി സാറിൻ്റെ ഹൃദയം ഉള്ളിലുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പെങ്ങളൊന്നും ആവില്ലല്ലോ. ഒക്കെ വെറും അഭിനയമാണ് എന്ന് ശരത്ത് പറഞ്ഞതോടുകൂടി സിദ്ധുവിനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും സിദ്ധു ശരത്തിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. ആരാടാ അഭിനയിക്കുന്നത്? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിദ്ധു ശരത്തിൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നത്. അപ്പോഴത്തേക്കും നിരഞ്ജൻ സിദ്ധുവിനെ അങ്ങ് മാറ്റുകയാണ്. ശരത്തിനെ തങ്കച്ചിയും മാറ്റുകയാണ്. എന്നിട്ട് സിദ്ധു പറയണേ, ഇവനെ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോയിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെ എൻ്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതാക്കും എന്ന് പറയട്ടോ. അപ്പോൾ ശരത്ത് പറയണേ, എനിക്ക് ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഇതൊരു ഹോസ്പിറ്റലാണെന്ന് കരുതി മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത്. അപ്പോൾ വീണ്ടും സിദ്ധുവിന് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ തങ്കച്ചിയോട് സിദ്ധു പറയണേ, ഇവനെ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോയിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കാണിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയണം. അങ്ങനെ ശരത്തിനെ നിർബന്ധിച്ച് തങ്കച്ചി അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോവാണ്. പിന്നീട് വിശാൽ വീട്ടിലെത്തിയ ശേഷം മനോഹരനെയും ദേവികയെയും ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ ആശ്വസിപ്പിക്കുന്നതിൽ പ്രസക്തിയില്ല എന്നറിയാം, എന്നാലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും തരണം ചെയ്യണം. ഇത് ഏത് മനുഷ്യൻ്റെ ഇടയിലും വരാവുന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ തരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിശാൽ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്തിനാണ് എൻ്റെ മോളെ കൊണ്ടുപോയത്? എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊണ്ടുപോയി. ഞാൻ അവിടെ ചത്ത് ജീവിക്കുകയായിരുന്നില്ലേ, എന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് മനോഹരൻ പൊട്ടിക്കരഞ്ഞ് ഓരോന്നും സംസാരിക്കുമ്പോൾ ദേവിക ആശ്വസിപ്പിക്കുകയാണ്, അച്ഛൻ തളരരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് പ്രേമയും സിദ്ധുവിൻ്റെ അച്ഛനും കൂടി വരികയാണ്. എന്നിട്ട് പ്രേമ ദേവികയോട് പറയണ, മോളെ, നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് അറിയില്ല, വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റുന്നതല്ലല്ലോ നിനക്കുണ്ടായ ഈ നഷ്ടം എന്നൊക്കെ പറഞ്ഞ് ദേവികയെ പ്രേമ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ
പ്രേമ അകത്തേക്ക് പോകുന്ന സമയത്താണ് അവിടേക്ക് ചന്ദ്ര വരുന്നത്. എന്നിട്ട് ചന്ദ്ര പറയണേ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? വയ്യാത്ത അച്ഛനെയും കൂട്ടി ഇവിടേക്ക് വന്നത്? നിങ്ങൾക്ക് അവിടെ ഇരുന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അത് പറയാൻ നീ ആരാടി? ഇത് നിന്റെ ആരുടെ വീടാണ്? നിന്റെ അമ്മായിയുടെ വീടൊന്നുമല്ലല്ലോ. എൻ്റെ കൂട്ടുകാരൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ വീടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്തിനാണാവോ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീടാണ്. ഈ വീട്ടിലൊരു മരണമുണ്ടായാൽ ഞങ്ങൾക്ക് വരേണ്ട അധികാരവും അവകാശവും ഉണ്ട്. അപ്പോൾ ചന്ദ്ര പറയണേ, ഈ സമയത്ത് തന്നെ വേണോ നിങ്ങളുടെ ഈ വഴക്ക്? നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഡിവോഴ്സ് കിട്ടിയാലല്ലേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അത് കേട്ടും കൊണ്ടാണ് അക്ഷര അവിടേക്ക് വരുന്നത്. എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രേമ പറയണേ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നാണ് ഇവള് പറയുന്നത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പ്രേമയോട്, നിങ്ങളെ ഇവിടെ നിന്ന് ആട്ടിയിറക്കി വിടുന്നത് നിങ്ങൾക്ക് കാണണോ? എന്നെക്കൊണ്ട് അതിന് കഴിയും. ഇവിടെയുള്ളവരെ കൊണ്ട് തന്നെ നിങ്ങളെ ആട്ടിയിറക്കി വിടാൻ എന്നെക്കൊണ്ട് പറ്റും. അത് നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചപ്പോൾ പ്രേമ തിരിച്ചും പറയുന്നുണ്ട്, എങ്കിൽ അതൊന്ന് കാണിച്ചു താടി എന്ന് പറയുമ്പോഴാണ് അക്ഷര അത് കേട്ടും കൊണ്ട് വരുന്നത്. അപ്പോൾ അക്ഷര പറയണേ, ചേച്ചി അവിടേക്ക് മാറി നിൽക്ക്, ഞാൻ ഇവളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ചന്ദ്ര ഇവിടെ വന്നേ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? അപ്പോൾ അക്ഷര പറയണേ, നിന്റെ അടിവയറ് നോക്കി ഒരു ചവിട്ടങ്ങ് തന്നാലുണ്ടല്ലോ, ഇതൊരു മരണ വീടാണ്. ഇവിടെ വന്ന് സംസാരിക്കാനും തല്ലുണ്ടാക്കാനൊന്നും നീ നിൽക്കണ്ട. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നോ. അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ തൂക്കിയെടുത്ത് പുറത്തെറിയും. അത് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കണ്ട. ഇവിടെ എന്നെ ആരും തടയാനും പോകുന്നില്ല. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോ, അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് അക്ഷര ചന്ദ്രയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതോടെ ചന്ദ്ര പിന്നെ ഒന്നും മിണ്ടാതെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അങ്ങനെ അക്ഷര അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം ചന്ദ്ര ദേഷ്യത്തിലാണ് കേട്ടോ അക്ഷരയെ നോക്കി നിൽക്കുന്നത്. പിന്നീട് ദേവിയെ കാണാൻ പ്രിയ വരികയാണ്. പ്രിയ എന്നിട്ട് ദേവികയെ ഒരുപാട് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് നിത്യയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പ്രിയ പറയാണ്, ഇതാണ് നിത്യയായിരുന്നു അല്ലേ, നിത്യയെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയണം. അപ്പോൾ നിത്യയെക്കുറിച്ച് വാ തോരാതെ ദേവിക പ്രിയോട് സംസാരിക്കുകയാണ്. നല്ല സ്നേഹമായിരുന്നു. എന്നോട് ഇഷ്ടമുള്ളവർ എല്ലാവരെയും എന്നിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്, എന്നെ വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എൻ്റെ സുധിയേട്ടൻ, ഇപ്പോൾ എൻ്റെ നിത്യമോളും പോയി. നിത്യമോൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, ഒരു പാവമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ദേവികയും പൊട്ടിക്കരയുകയാണ്. അപ്പോൾ പ്രിയയ്ക്ക് ദേവികയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ പ്രിയ പറയണേ, ചേച്ചി എന്നെ എപ്പോൾ വിളിച്ചാലും തൊട്ടരികിൽ ചേച്ചിയോടൊപ്പം നിത്യയുടെ സ്ഥാനത്ത് ഇനി മുതൽ ഞാൻ ഉണ്ടാവും. ഇനി നിത്യയുടെ സ്ഥാനത്ത് എന്നെ കണ്ടാൽ മതി. പ്രിയ എന്ന് ചേച്ചി ഉറക്കെ വിളിച്ചാൽ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് ഓടിയെത്തും എന്നൊക്കെ പറയുമ്പോൾ നിത്യ പറയുന്നത് പോലെ ദേവികയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ ദേവിക പ്രിയയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ, എന്താ ചേച്ചി എന്നെ നോക്കി നിൽക്കുന്നത്? എൻ്റെ നിത്യമോൾ പറയുന്നത് പോലെയാണ് പ്രിയ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ദേവിക നിത്യയുടെ ഫോട്ടോയിൽ നോക്കിയിട്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോഴാണ് ആംബുലൻസ് നിത്യയുമായിട്ട് അവിടേക്ക് വരുന്നത്. അങ്ങനെ നിത്യയെ കൊടുന്ന് കിടത്തിയതോടുകൂടി വീട്ടിലുള്ള എല്ലാവരും അങ്ങ് പൊട്ടിക്കരയുകയാണ്. പാർവതിയും മുത്തശ്ശിയും മനോഹരനും ഒക്കെ പൊട്ടിക്കരയുകയാണ്. അക്ഷരയും ധവും വിശാലും നിരഞ്ജനും പ്രഭാവതിയും പ്രേമയും അങ്ങനെ എല്ലാവർക്കും സങ്കടം സഹിക്കാതെ എല്ലാവരും പൊട്ടിക്കരയുകയാണ്. മരണം ആർക്കു തന്നെയും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരുട്ടൊക്കെ ശരത്തിന്റെ അഭിനയം ദേഷ്യം പിടിച്ചു നോക്കുന്നുണ്ട്. ഈ കാണിക്കുന്ന സങ്കടമെല്ലാം വെറും അഭിനയമാണ് എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തിലാണ് ഇരുട്ടൊക്കെ ശരത്തിനെ നോക്കുന്നത്. അങ്ങനെ പ്രഭാവതിയും പാർവതിയും മുത്തശ്ശിയൊക്കെ കരയാണ്. അപ്പോൾ പാർവതി പൊട്ടി കരയുകയാണ്. മോളെ നീ കണ്ണു തുറന്ന് ഞങ്ങളെ ഒന്ന് നോക്ക്. മുത്തശ്ശി പറയണ്, എന്നെ കണ്ണു തുറന്ന് ഒന്നും നോക്ക് മോളെ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോന്നും എണ്ണിപ്പെറുക്കി പൊട്ടിക്കരയുകയാണ്. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നില്ലേ നിന്റെ അച്ഛൻ എണീക്കുക എന്നുള്ളത്? നിന്റെ അച്ഛൻ എണീറ്റു, നിന്റെ അച്ഛൻ സംസാരിച്ചു തുടങ്ങി എന്നൊക്കെ പറയണ്. അപ്പോഴൊക്കെ മനോഹരൻ പൊട്ടിക്കരയാണ്. ദേവിക മാത്രം കരയാതെ മരവിച്ച പോലെയാണ് ഉള്ളത്. അങ്ങനെ ദേവിക നിത്യയുടെ അടുത്തേക്ക് അങ്ങ് നടന്നു വരികയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.